വ്യാപകമായ പ്രചരണം ഓണക്കിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുകയാണ്. സമയമാണ്, ഇതാണ് സമയം, കൊടുക്കേണ്ട സമയം. കഴിഞ്ഞ ദിവസം അത്തം തുടങ്ങിയല്ലോ, ഓണാഘോഷം തുടങ്ങിയല്ലേ. കറക്റ്റായിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ സമയത്തിൽ എത്തിക്കും. കൃത്യസമയത്ത് ഈ മാവേലി സ്റ്റോറുകളിൽ 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് നിത്യോപയോഗ സബ്സിഡി കൊടുക്കുന്ന 13 ഐറ്റംസ് ഫുള്ളായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ കൃത്യമായിട്ട് ഉണ്ട്. കൃത്യമായിട്ടുള്ള സർക്കാർ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. ഒരു വിലക്കയറ്റം ഇല്ലാതെ 13, ഒരു സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടില്ല. 13 സബ്സിഡി സാധനങ്ങളും ഒരു വിലക്കയറ്റം ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാ ഔട്ട്ലെറ്റിലും, കേരളത്തിലെ മുഴുവൻ ഔട്ട്ലെറ്റിൽ എത്തിച്ചിട്ടുണ്ട്. പണ്ട് പല സ്ഥലത്തും ഒഴിഞ്ഞു കിടന്നിരുന്ന് നിങ്ങൾ തന്നെ ചിത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടക്കാതെ പോയിട്ടുണ്ട്. സപ്ലൈകോയുടെ ഓണം ഫെയർ LDF MLA തന്നെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പോയ സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം ഒരു ഔട്ട്ലെറ്റിലും ഇല്ല. 10 ഇനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ വില കുറച്ചു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ് തുടങ്ങിയ 10 പ്രമുഖ അവശ്യ സാധനങ്ങൾക്കും കഴിഞ്ഞ ഓണക്കാലത്തെ സബ്സിഡി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് വിതരണം ചെയ്യുന്നത്. ശബരി വെളിച്ചെണ്ണ വീണ്ടും വില കുറച്ചു. സപ്ലൈകോ വഴിയുള്ള ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 249 നിന്ന് 20 രൂപ കൂടി കുറച്ച് 229 രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2 മാസത്തെ സബ്സിഡി ഒറ്റയടിക്കാണ്. ഓണം പ്രമാണിച്ച് ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. സദ്യവട്ടം ഒരുക്കാൻ ഓണക്കാലത്തെ വിലക്കയറ്റമാണ് എക്കാലത്തെയും വലിയ വെല്ലുവിളി. ഇത്തവണ സാധാരണക്കാരന് ആശ്വാസമാകുന്നത് സപ്ലൈകോയുടെ ഇടപെടലാണ്. എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ ഓണം ഫെയറുകളുണ്ട്. തിരുവനന്തപുരം മുസരിക്കണ്ടത്തെ ഓണച്ചന്തയിൽ നിന്ന് റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണക്കാലം യഥാർത്ഥത്തിൽ വലിയ ആഘോഷത്തിന്റെ ഒരു അവസരമാണ്, സമയമാണ്. പക്ഷേ ആഘോഷത്തിന്റെ ഒപ്പം തന്നെ വലിയ ആശങ്കയും സാധാരണക്കാർക്കുള്ളിൽ ഉണ്ടാകുന്നത് വിലക്കയറ്റത്തെ നേരിട്ടുകൊണ്ട് എങ്ങനെ. വെളിച്ചെണ്ണ ഓപ്പൺ മാർക്കറ്റിൽ 350 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 229 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ അത് 249 20 രൂപ ഇന്നേ ദിവസം കുറച്ചിട്ടുണ്ട്. പിന്നെ മറ്റെല്ലാ സാധനങ്ങളും. അരിയൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ അരി ഇപ്പം ജയ അരിക്ക് 33, എല്ലാ മട്ടയ്ക്ക് 33, പച്ചരിക്ക് 27. പൊതുവിപണിയിൽ 49, 46. അതെ 49, 46 രൂപയാണ്. സബ്സിഡി അല്ലാത്ത സാധനങ്ങൾക്കും നല്ല വില കുറവുണ്ട്. ഉദാഹരണത്തിന് കടലപ്പരിപ്പ് നമ്മളിവിടെ അരക്കിലോ 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ശർക്കര 69 രൂപയുള്ളൂ. അതുപോലെ തന്നെ മെയിൻ കമ്പനികളുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കംഫർട്ട്, സൺലൈറ്റ്, വിംബാർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന ഉപഭോക്താക്കൾക്ക് നല്ല രീതിക്ക് ലാഭം കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ ഉള്ളൊരു 80% മുകളിൽ സാധനങ്ങളും വളരെ വളരെ ലാഭത്തിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ആൾക്കാർ ഇടിച്ചു കയറിയാൽ കൊടുക്കാൻ സാധനം കിട്ടാതെ വരും. അതിനു വേണ്ടി അപ്പോഴപ്പോഴും നമ്മൾ വരുത്തുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു ഷോർട്ടേജ് വരില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്നപ്പോൾ നമുക്കറിയാം. എന്തായാലും അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഓണത്തിനാക്കിയ, അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഓണത്തിനാക്കിയാണെങ്കിൽ സപ്ലൈക്കോ ഒരു സാധനവും ഇല്ല, എല്ലാം കാലിയായിരുന്നു. ഉള്ള സാധനത്തിനാണെങ്കിൽ തീ വിലയും. ആ സ്ഥാനത്താണ് ഇന്ന് VD സതീശൻ സർക്കാർ ഇന്ന് പല സാധനത്തിനും സബ്സിഡി കൊടുത്തുകൊണ്ട് അതിഗംഭീരമായ, അതായത് ഒരു മാള് തോന്നിക്കുന്ന രീതിയിലാണ് സപ്ലൈകോ ഇപ്പോൾ ഒരുക്കിയേക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. സർക്കാർ സത്യത്തിൽ സപ്ലൈകോയിൽ ഒരു ഓണച്ചന്തയൊക്കെ ഒരുക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് പുത്തരിക്കണ്ടത്താണ്. വളരെ വിശാലമായിട്ടാണ് സപ്ലൈകോ ഈ ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടുന്ന് തന്നെ വാങ്ങിക്കും. സഹായമുള്ള കൊണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങിക്കുന്നത്. ഇല്ല, ഇപ്പൊ പൊതുവെ നോക്കുമ്പോഴേ പുറത്തൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഇപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് വില? വില കുറവ് തന്നെ. ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. മുളക്, മല്ലി, ശർക്കര എല്ലാ ഐറ്റവും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് UDF സർക്കാർ, ജനങ്ങൾ അറിഞ്ഞ് അധികാരത്തിൽ കയറ്റിയ സർക്കാരാണത്. വില കുറഞ്ഞിരിക്കും.